നമസ്കാരം. ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ കുറ്റം പറഞ്ഞ് സർക്കാരിനെതിരെ ഇപ്പോൾ റെയിൽവേ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇത്രനാളും അനങ്ങാതെ കിടന്ന സർക്കാരിന് വാ തുറക്കാതിരിക്കാൻ കേന്ദ്രത്തിന്റെ ചടുല നീക്കങ്ങൾ. മാലിന്യ നീക്കത്തിനും പ്രശ്ന പരിഹാരത്തിനുമായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുവെന്ന് ഇപ്പോൾ റെയിൽവേ പറഞ്ഞിരിക്കുകയാണ്. റെയിൽവേക്ക് വേണ്ടി ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് ദഗ്ന്യാൽ പറഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം. ജില്ലാ ഭരണാധികാരിയും നഗരസഭയും സംയുക്തമായി ചേർന്ന് ദീർഘകാല മാലിന്യ നീക്കത്തിനാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ കരങ്ങൾ ഇക്കാര്യത്തിൽ ഊർജ്ജമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ നീക്കം വന്നിരിക്കുന്നത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവരുടെ നിർണായക നീക്കമാണ് ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഉണ്ടായിരിക്കുന്നത്. കേരള സർക്കാരിന് അത്യന്തം നാണക്കേടാകുന്ന വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് റെയിൽവേ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് ചിന്തിക്കാത്ത സർക്കാരിന് ഒരു തിരിച്ചടിയായാണ് റെയിൽവേ ഇപ്പോൾ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തിരിക്കുന്ന വിഷയം പുറത്തു വരുന്നത്. റെയിൽവേയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. നടന്ന കാര്യങ്ങൾ ഉന്നതതല ഉദ്യോഗസ്ഥർ പരിശോധിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ജോയിയുടെ അപകട കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇനിയും റെയിൽവേ ആരംഭിച്ച സ്ഥിതിയാണുള്ളത്. നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും റെയിൽവേ വ്യക്തമാക്കുക. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മാലിന്യങ്ങളാണ് ഇത്. കനാലിലുള്ളത് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങളല്ല, സ്റ്റേഷന് പുറത്തെ കനാലിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് ഈ മാലിന്യങ്ങൾ. ടണലിലേക്ക് മാലിന്യം എത്താതിരിക്കാനുള്ള നടപടികൾ വേണം. പ്രശ്ന പരിഹാരത്തിനായി സംയുക്ത നടപടികൾ ആവശ്യമാണ്. ജോയിയുടെ മരണത്തിലേക്ക് നയിച്ചത് പെട്ടെന്നുള്ള ഒഴുക്കാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റെയിൽവേയുടെ വാദം റെയിൽവേ കൃത്യമായും വ്യക്തമായും തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി സർക്കാരിന്റെ വാദമാണ്. സർക്കാർ പറയേണ്ടിയുള്ളത് കൃത്യമായ ഒരു ഉത്തരമാണ് റെയിൽവേക്ക് നൽകേണ്ടിയുള്ളത്. പക്ഷേ ഇത്രയും നേരമായിട്ടും സർക്കാർ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജോയിയുടെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചും സർക്കാർ ഇപ്പോൾ മലക്കം മറിയുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്നും ശിവൻകുട്ടി വാദിക്കുകയാണ്. നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. തൊഴിലാളി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച ലേബർ കമ്മീഷനും കേന്ദ്രത്തിനും കത്ത് നൽകിയിട്ടുണ്ട്. റെയിൽവേ പരമാവധി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യമെന്നും മന്ത്രി ശിവൻകുട്ടി പറയുകയാണ്. കയ്യിലിരിക്കുന്ന കാഴ്ച പൂഴ്ത്തിവെക്കാനുള്ള തന്ത്രമാണ് ശിവൻകുട്ടി അടക്കമുള്ളവർ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്കുള്ള നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അതുപോലും ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അത്യന്തം നാണക്കേട് തന്നെയാണ്. തൊഴിലാളിയുടെ മരണത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും റെയിൽവേ പഴിചാരി ഒളിച്ചോടാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഭരണകൂടത്തിന്റെ മിസ്മാനേജ്മെന്റിന്റെ ഇരയാണ് ജോയ് എന്ന മനുഷ്യൻ. മനഃപൂർവ്വമായ നരഹത്യക്ക് മേയർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ജോയിയുടെ കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം നൽകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതിയും ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുര മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് കുറിയോട് തിരുവനന്തപുരത്തെത്തി ആമയിഴഞ്ചൻ തോട് ദുരന്തം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നും ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പ്രതിഫലമായി അമിക്കസ് കുറിക്ക് 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19-ന് മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.